2020 എന്നൊരു സംഭവം അത് പാർട്ടിയായിരുന്നോ അല്ല തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു സംവിധാനമായിരുന്നോ എന്നുള്ളത് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു. ആ സ്ഥിതിക്ക് ആത്മാഭിമാനമുള്ള ഒരാളും ഇനി ആ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നുറപ്പിച്ച മട്ടാണ്. സ്വന്തം തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കൂടെ നിന്നവരെ കുരുതി കൊടുത്ത ഒരു ചതിയനാണ് സാബു ജേക്കബ് എന്ന് സമൂഹം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അയാൾ ഇനി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ജനാധിപത്യ വിശ്വാസികളുടെ ഒരാഗ്രഹമാണ്. അതുകൊണ്ട് പ്രാണരക്ഷാർത്ഥം 2020 NDA സഖ്യത്തിൻ്റെ ഭാഗമായതിന് പിന്നാലെ പാർട്ടി വിട്ട് ബഹുഭൂരിഭാഗം ആളുകളും പ്രവർത്തകരും കോൺഗ്രസിൽ ചേരുകയാണ്. 2020യുടെ ശക്തി കേന്ദ്രമായിരുന്ന കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിലെ ഐക്യരനാട്, കുന്നത്തുനാട് പഞ്ചായത്തുകളിലെ പ്രാദേശിക നേതാക്കൾ മുഴുവനും 2020 വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. NDA പ്രവേശനത്തിൽ പ്രതിഷേധിച്ചും സാബുവിൻ്റെ തട്ടിപ്പിൽ മനസ്സുമടുത്തുമാണ് ഈ തീരുമാനമെന്നാണ് പാർട്ടി വിട്ടവർ വ്യക്തമാക്കിയത്. കൂടുതൽ പേർ ഇനി വരും ദിവസങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കുമെന്നും അവർ അവകാശപ്പെടുന്നു. അതുപോലെ 2020ക്ക് എറണാകുളം ജില്ലയ്ക്ക് പുറത്തുണ്ടായിരുന്ന ഒരു സ്വാധീന മേഖല എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ മുതലമടയായിരുന്നു. ആ മുതലമടയിലും സാബു ജേക്കബിൻ്റെ 2020ക്ക് വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. അവിടെ പൂർണ്ണമായും പാർട്ടി പൂട്ടിക്കെട്ടി. അതുമായുള്ള ബന്ധം പ്രവർത്തകർ അവസാനിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ഇതോടെ മുതലമട പഞ്ചായത്തിൽ രൂപീകരിച്ച 2020 നെന്മാറ മണ്ഡലം കമ്മിറ്റി ഇല്ലാതെയായി. സാബു ജേക്കബ് പാർട്ടിയുമായി ആലോചിക്കാതെയാണ് NDAയിലെ ഘടകകക്ഷിയാകാൻ തീരുമാനിച്ചതെന്നും അതൊരു ആത്മഹത്യാപരമാണെന്നതും അവർ പറയുന്നു. സത്യത്തിൽ എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിലാണ് 2020ക്ക് ഏറെ സ്വാധീനമുണ്ടായിരുന്നത്. ഏറ്റവും അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40,000 വോട്ടുകളാണ് 2020 സ്ഥാനാർത്ഥി അവിടെ പിടിച്ചത്. അതാണ് UDF സ്ഥാനാർത്ഥി, അതായത് കോൺഗ്രസിലെ VP സജീന്ദ്രൻ അവിടെ പരാജയപ്പെട്ടത്. 51,000 വോട്ട് പിടിച്ച ശ്രീനിജൻ എന്ന CPM സ്ഥാനാർത്ഥി ജയിക്കുകയും തൊട്ടുപിന്നിൽ 48,500 വോട്ടുകൾ നേടി കോൺഗ്രസ് സ്ഥാനാർത്ഥി 2,500 വോട്ടിന് തോൽക്കുകയും ചെയ്തു. ഇതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഒരു നാട്ടിൽ പുതുതായി പൊട്ടിമുളച്ച ഒരു പാർട്ടി ഏതെങ്കിലും ഒരു മുന്നണിയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ വോട്ടുകൾ കൂടുതലായി പിടിച്ചിരിക്കും. അത് UDFൻ്റേതായിരുന്നു, കോൺഗ്രസിൻ്റേതായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. അങ്ങനെയാണ് കോൺഗ്രസ് അവിടെ വലിയ പരാജയത്തിലേക്ക് പോയത്. ആ പ്രവർത്തകരും ആയിരക്കണക്കിന് വോട്ടർമാരും സാബു ജേക്കബിൻ്റെ തട്ടിപ്പ് പിടിച്ചതോടെ കോൺഗ്രസിലേക്ക് തന്നെ തിരികെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. 2020യുടെ NDA അല്ലെങ്കിൽ BJP മുന്നണി പ്രവേശനം സാബു ജേക്കബിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് എന്ന സത്യം നാട്ടിൽ വ്യാപകമായി മനസ്സിലാക്കി കഴിഞ്ഞു. കോടികളുടെ വിദേശ നിക്ഷേപത്തിൽ സാബു ജേക്കബിനെതിരെ ഫെമ ചട്ടലംഘനത്തിൽ ED കേസെടുത്തിരുന്നുവെന്നും ആ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് 3 തവണ നോട്ടീസ് നൽകിയെങ്കിലും അദ്ദേഹം ഭയന്ന് ഹാജരായിരുന്നില്ല എന്നാണ് ഇപ്പോൾ തെളിഞ്ഞത്. അതോടെ 2020 BJPയിലേക്ക് ലയിച്ചില്ലെങ്കിൽ തൻ്റെ കാര്യം ജയിലിനകത്താകുമെന്നുള്ളത് ഉറപ്പിച്ചതോടെയാണ് BJPയിൽ അഭയം പ്രാപിച്ചത്. 2020യുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് പഴയ പാർട്ടിയിലേക്ക്, അതായത് കോൺഗ്രസിലേക്ക് തന്നെ പോകുക എന്നതാണ് ഇപ്പോൾ ആ നാട്ടുകാരുടെ ഏക പോംവഴി. അതിൻ്റെ തിരക്കിലാണ് കുന്നത്തുനാട്ടിലെ സാബുവിൻ്റെ പഴയ അനുയായികൾ. അങ്ങനെ തട്ടിപ്പ് നടത്തിയ ഒരു നേതാവ് BJPയിൽ അഭയം പ്രാപിച്ചതോടെ ഒരു പാർട്ടി തന്നെ ഇല്ലാതാവുകയാണ്.